ചെറിയ കുട്ടികളുള്ള അമ്മമാരുടെ ഏറ്റവും വലിയ കൺസേൺ ആണ് കുഞ്ഞിനെ എങ്ങനെയാണ് ബർപ്പ് ചെയ്യേണ്ടത് എന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ബർപ്പിംഗ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെ ചെയ്യണം, എത്ര നാൾ വരെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ അഷ്ബു ജേക്കബ്. വെൽക്കം ടു മൈ. ഉടനെ തന്നെ നമ്മൾ കുഞ്ഞിന് പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ പാലിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എയറും കൂടി കുട്ടിയുടെ സ്റ്റൊമക്കിലെത്തും. ഈ സ്റ്റൊമക്കിലുള്ള എയറാണ് കുട്ടിക്ക് വയറിൽ ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്നതും ഗ്യാസ് പെയിൻ ഉണ്ടാക്കുന്നതും. അതോടൊപ്പം തന്നെ നിർത്താതെയുള്ള കുഞ്ഞിൻ്റെ കരച്ചിലിനും ഒരു പക്ഷേ ഈ ഒരു ഗ്യാസ് പെയിൻ തന്നെയാകാം കാരണം. ഇത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ കുട്ടീനെ ബർപ്പ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കുട്ടി കുടിച്ച പാല് കക്കുന്നത് തടയാനും ഈ ബർപ്പിംഗ് നമ്മളെ സഹായിക്കുന്നു. ഇനി നമ്മൾ എപ്പോഴൊക്കെയാണ് ബർപ്പ് ചെയ്യേണ്ടത്? ഓരോ പ്രാവശ്യവും കുഞ്ഞിനെ ഫീഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടീനെ ബർപ്പ് ചെയ്യണം. അതൊരു മിനിമം 10 to 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബർപ്പ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ബർപ്പിംഗ് പൊസിഷൻസ് ഒക്കെ നോക്കാം. ബർപ്പിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും 4 പൊസിഷൻസ് ആണുള്ളത്. അതിൽ ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യണത് കുഞ്ഞിനെ നമ്മളുടെ മടിയിൽ ഇരുത്തിയിട്ട് ഒരു കൈ വെച്ച്, നമ്മുടെ വലതേ കൈ വെച്ചിട്ട് കുട്ടിയുടെ ചെസ്റ്റും അതോടൊപ്പം തന്നെ ഹെഡും സപ്പോർട്ട് ചെയ്യുക. മറ്റേ കൈ കൊണ്ട് നമ്മൾ കുട്ടിയുടെ പുറത്ത് മൃദുവായിട്ട് തട്ടിക്കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ താഴേന്ന് മേലേക്ക് വേണം തട്ടിക്കൊടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കൈ ഒരു പൊസിഷനിൽ വേണം പിടിക്കാൻ. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് പൊസിഷൻ. നെക്സ്റ്റ് നമ്മൾ കുഞ്ഞിനെ നമ്മൾ തോളിലിടുന്നു. അപ്പോൾ എപ്പോഴും കുട്ടിയുടെ ചെസ്റ്റ് നമ്മുടെ ഷോൾഡറിൽ വേണം കിടക്കാൻ, തല താഴേക്ക് ഡൗൺ ആയിട്ട് വേണം കിടക്കാൻ. എന്നിട്ട് നമ്മൾ താഴേന്ന് ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ പാറ്റിങ്ങിന് പകരം നമ്മൾക്ക് വേണമെങ്കിൽ കുട്ടിയുടെ രണ്ട് ഷോൾഡർ ബോൺസിൻ്റെ ഇടയിൽ കൂടെ ഒരു 8 ഷേപ്പ് താഴെ ബട്ടക്സ് റീജിയൻ വരെ അങ്ങനത്തെ ഒരു രീതിയിൽ കാണിച്ചാലും നമുക്ക് പെട്ടെന്ന് ബർപ്പിംഗ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കണത് കുട്ടീനെ നമ്മൾ മടിയിൽ കമിഴ്ത്തി കിടത്തിയിട്ട് കുട്ടിയുടെ വയറ് നമ്മളുടെ തൈസിൽ പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ബർപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ബർപ്പിംഗ് പൊസിഷൻ. നെക്സ്റ്റ് നമ്മൾക്ക് എപ്പോൾ നമ്മൾ ബർപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യണം, അതായത് നമ്മൾ കുഞ്ഞിനെ നമ്മൾ ബർപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ബർപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് പോകും. നമ്മളെ കുട്ടി ആ ഒരു സൗണ്ട് ഉണ്ടാക്കും. ഒരു 2 or 3 പ്രാവശ്യം കുട്ടി സൗണ്ട് ഉണ്ടാക്കണ വരെ നമ്മൾ ബർപ്പ് ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വരെ നമ്മൾ ബർപ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഉറങ്ങിയ കുഞ്ഞിനെ ബർപ്പ് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങിയ കുഞ്ഞിനെ നമ്മൾ ബർപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അവർക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കംഫേർട്ട് ഇല്ലാതെ അവർക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഇതാണ് നമ്മൾ ബർപ്പിങ്ങിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ എത്ര നാൾ വരെ നമ്മളിത് ചെയ്യണം, അതായത് നമ്മൾ കുഞ്ഞിൻ്റെ ഹെഡ് ഒന്ന് ഉറയ്ക്കണ വരെ, ഒരു മാക്സിമം ഒരു 4 months വരെ നമ്മൾ ബർപ്പ് ചെയ്താൽ മതിയാവും. ഇത്രയൊക്കെയാണ് നമുക്ക് ബർപ്പിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. പുതിയൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.